PSP പാരാനോർമൽ അതീന്ദ്രിയം എന്ന ചാനലിന്റെ പുതിയൊരു സെഗ്മെന്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഭാരതത്തിന്റെ ദർശനങ്ങൾ എല്ലാ കാലത്തും ഏറ്റവും സമഗ്രമായിട്ട്, ഏറ്റവും സമ്പൂർണമായിട്ട് വ്യാഖ്യാനിക്കപ്പെടാൻ കഴിയുന്ന ഒന്നാണ്. ഇപ്പൊ പുരാണങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ പറയാറുണ്ട് പുനർനവങ്ങളാണ്. ഏതൊരു കാലഘട്ടത്തിലും അതിന് നവമായിട്ടുള്ള അല്ലെങ്കിൽ നവ്യമായിട്ടുള്ള ഒരു അനുഭൂതി പകരാനായിട്ട് സാധിക്കുന്നുണ്ട്. ആധുനിക ഭൗതിക ശാസ്ത്രം ഇന്ന് എത്തി നിൽക്കുന്ന കാഴ്ചപ്പാടെന്ന് പറയുന്നത് ഈ മനുഷ്യ ജീവിതവും നമ്മളെ കാണുന്ന പ്രപഞ്ചവും അതുപോലെ തന്നെ ഈ പറയുന്ന വിശ്വവും എല്ലാം തന്നെ ഒരു സ്വപ്നം പോലെയാണ്, ഇതൊരു ഭ്രാന്താണ് എന്നുള്ളൊരു സങ്കല്പത്തിലേക്കാണ് അവർ എത്തി നിൽക്കുന്നത്. അപ്പൊ ഇത് വെറും മനോസൃഷ്ടങ്ങളായിട്ടുള്ള കൽപ്പനകൾ മാത്രമാണെന്ന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭാരതത്തിലെ ഋഷിവര്യന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ ആധുനികമായിട്ടുള്ള ഓരോ കണ്ടുപിടുത്തങ്ങൾക്ക് മുമ്പിലും ഭാരതം മുമ്പ് പറഞ്ഞ ഓരോ ദർശനങ്ങളും തല ഉയർത്തി നിൽക്കുമ്പോൾ നമ്മുടെ തനതായ ചികിത്സാ ശാസ്ത്രം ആയുർവേദം, ആയുസിന്റെ വേദം എന്നറിയപ്പെടുന്ന ആയുർവേദം, അത് നമുക്കറിയാം അത് എവിടെ നിന്നാണ് അത് ആരംഭിച്ചത്. അത് ദൈവ സൃഷ്ടമായ ഒന്നാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അത് ആവർത്തിക്കുന്നത് അല്ലെങ്കിൽ അത് അനുവർത്തിക്കുന്നത്. അപ്പൊ അപൂർവമായിട്ടുള്ള വൈദ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്ന ഈ ശാസ്ത്രത്തിന് ഇന്ന് ലോകത്തിനെ വിശദീകരിക്കാൻ അല്ലെങ്കിൽ ലോകത്തിനെ മുമ്പിൽ അതിനെ ബോധ്യപ്പെടുത്താൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ആര്യദത്തം ആയുർവേദ ആശുപത്രിയുടെ സ്ഥാപകനും അതുപോലെ തന്നെ അതിൻ്റെ എല്ലാമായിട്ടുള്ള ദ വൺ ആൻഡ് ഓൺലി ഡോക്ടർ ശ്രീജിത്ത് നമ്പൂതിരിയാണ്. ഇപ്പൊ നമ്മുടെ ഋഷിവരന്മാർ അവരുടെ ഉള്ളിൽ തെളിഞ്ഞു കണ്ട കാഴ്ചകൾ, ദർശനങ്ങളായിട്ട് കണ്ടതാണ് ഈ പ്രപഞ്ചത്തെക്കുറിച്ച് നമ്മൾ എഴുതി വെച്ച കാര്യങ്ങളെല്ലാം അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പാഠങ്ങളെല്ലാം. ഇന്ന് ആധുനിക ശാസ്ത്രം പലതരത്തിലുള്ള ടൂൾസും സങ്കേതങ്ങളും ഉപയോഗിച്ച് അതിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും അഭിമാനിക്കാൻ സാധിക്കും, നമ്മുടെ പൂർവികന്മാർ പറഞ്ഞു വെച്ചതെല്ലാം, ആർഷഭാരത സംസ്കാരത്തിൽ ഉണ്ടായിരുന്നതെല്ലാം തന്നെ ഏറ്റവും ശ്ലാഘനീയമായ അറിവുകളാണ് എന്നുള്ളത്. എന്നാൽ ഇവിടെ ഉണ്ടായിരുന്ന എല്ലാത്തിനെയും ലോകം പ്രകീർത്തിക്കുമ്പോൾ നമ്മുടെ, അതായത് ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജനിച്ചു ജീവിച്ചു, അയാൾ സുഖകരമായ ഒരു മരണം അതിലേക്ക് കടന്നു പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിനെയും മനസ്സിനെയും ആത്മാവിനെയും സാന്ത്വനിപ്പിക്കുന്ന ഒരു ചികിത്സാ സമ്പ്രദായം ആയുർവേദം, ആയുസിന്റെ വേദം. ആ ആയുർവേദത്തിന് യഥാർത്ഥത്തിൽ അത് അർഹിക്കുന്ന ഒരു പദവി ഇന്നത്തെ കാലത്ത് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് നമുക്ക് ചോദിക്കാനുള്ളൊരു വിഷയം. അപ്പോൾ ആയുർവേദത്തിൽ വളരെയേറെ എന്താ പറയുക, പണ്ഡിത ശ്രേഷ്ഠനായിട്ടുള്ള, ഒരുപാട് ശ്രേഷ്ഠരായ ഗുരുക്കന്മാരുടെ ശിഷ്യനായിട്ടുള്ള, അതുപോലെ തന്നെ വളരെ വലിയ ഈശ്വരപ്രസാദം ലഭിച്ചിട്ടുള്ള ആര്യദത്തം ആയുർവേദ വൈദ്യശാലയുടെ അമരക്കാരനായിട്ടുള്ള ഡോക്ടർ ശ്രീജിത്ത് നമ്പൂതിരിയാണ് നമ്മളോടൊപ്പം ഉള്ളത്. അപ്പം നമുക്ക് അദ്ദേഹത്തിനോട് ആയുർവേദത്തിൻ്റെതായ വിശേഷങ്ങൾ ചോദിച്ചറിയാം. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. അപ്പൊ ഞാൻ ചോദിച്ച ചോദ്യം ഇതാണ്, ആയുർവേദത്തിന്റെ ഒരു വലിയ പ്രചാരകനാണ് അങ്ങ്. അപ്പൊ ആയുർവേദം എന്ന് പറയുന്നത് സമഗ്രമായ ഒരു ശാസ്ത്രമാണ്. അത് ശരീരത്തിനെയും മനസ്സിനെയും ആത്മാവിനെയും എന്താ പറയുക സാന്ത്വനിപ്പിക്കുന്ന അല്ലെങ്കിൽ സുഖപ്പെടുത്തുന്ന ഒരു ചികിത്സാ സിസ്റ്റമാണ്. പക്ഷെ അതിന് ഇന്നത്തെ കാലത്തിന് അത് ശരിക്കും യോജിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അത് യോജ്യമല്ല എന്നുള്ള രീതിയിലുള്ള പ്രചരണങ്ങൾ ധാരാളം നടക്കുന്നുണ്ട്. അത് വളരെ കാലഹരണപ്പെട്ടു പോയതാണ്, അതിൽ അപ്ഡേഷൻസ് നടക്കുന്നില്ല, അല്ലെങ്കിൽ അതിൽ പുതിയ പുതിയ മോഡിഫിക്കേഷൻസ് നടക്കുന്നില്ല, തുടങ്ങിയ ഒരുപാട് വാദങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അങ്ങ് എങ്ങനെയാണ് അതിനെ നോക്കി കാണുന്നത്? ആദ്യമായിട്ട് ESP പാരാനോർമൽ അതീന്ദ്രിയം എന്നുള്ള ചാനലിന്റെ അമരക്കാരനും എൻ്റെ പ്രിയ സുഹൃത്തുമായിട്ടുള്ള ബിജു സാറിന് നന്ദി പറയാണ്. ഇത് കണ്ടിരിക്കുന്ന എല്ലാ സുമനസ്സുകളായിട്ടുള്ള ESP പാരാനോർമൽ ചാനലിൻ്റെ പ്രേക്ഷകർക്ക് നന്ദി പറയാണ്. നമസ്കാരം. ഇപ്പൊ ആദ്യത്തെ ചോദ്യം ഇതാണ്, ആധുനിക വൈദ്യശാസ്ത്രം എല്ലാറ്റിനും ഉത്തരമുണ്ട് എന്ന് പറയുമ്പോൾ ആയുർവേദ ചികിത്സാ സമ്പ്രദായത്തിൽ പല കാര്യങ്ങൾക്കും ഉത്തരം ലഭിക്കുന്നില്ല എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു തർക്കം കുറെ കാലമായിട്ട് അല്ലെങ്കിൽ ഇവർ ഉയർത്തിക്കൊണ്ടുവരാറുണ്ട്. ഈ അന്യശാസ്ത്രം എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് മോഡേൺ സയൻസിലുള്ള ആളുകൾ ഭയങ്കരമായിട്ട് ഇത് ഉയർത്തിക്കൊണ്ടുവരാറുണ്ട്. ഓം യസ്യാം സമുദ്രവുദസിന്ധുരാപോ യസ്യാമന്നം കൃഷ്ടയഃ സംഭഭൂവുഃ യസ്യാമിദം ജിന്വതി പ്രാണതേജത് സാനോ ഭൂമി പൂർവപേയേ ദധാതു.
അപ്പൊ അതിനുള്ള ഉത്തരം അദ്ദേഹത്തിന്റെ ആദ്യത്തെ വിവരണത്തിൽ തന്നെ നിങ്ങൾ കേട്ട് കഴിഞ്ഞു എന്നാണ് എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്. കാരണം എന്താ വെച്ചാൽ ആധുനിക ഭൗതിക ശാസ്ത്രം എന്ന് പറയുന്ന മോഡേൺ സയൻസ് തന്നെ ഇപ്പോ മായ ആണ് ഇതെല്ലാം സൃഷ്ടിച്ചത്, ഒരു ബോധതലത്തിന്റെ മായ മണ്ഡലമാണ് എന്ന് പറഞ്ഞ് സമ്മതിച്ചു എങ്കിൽ അവര് ആര്യതത്വത്തിനെ സമ്മതിക്കുകയാണ്, ആര്യതത്വ ആയുർവേദ ആശുപത്രിനെ സമ്മതിക്കുകയാണ്, ആര്യതത്വ ആയുർവേദ വൈദ്യശാലേനെ സമ്മതിക്കുകയാണ്, ആയുർവേദത്തിനെ മൊത്തമായിട്ട് അവർ സമ്മതിക്കുകയാണ്. കാരണം ഭാരതീയ പൗരാണിക ശാസ്ത്രങ്ങളിലെല്ലാം അത്യന്തം നിഗൂഢവും രഹസ്യവുമായിട്ടുള്ള തലങ്ങളിലേക്ക് ആർക്കെത്തിച്ചേരാൻ സാധിക്കുന്നുവോ, അഥവാ ഇവർ പറയുന്ന ഈ മായാ തലങ്ങളിലേക്ക് തൻ്റെ ബുദ്ധിയെ, തൻ്റെ ഇന്ദ്രിയങ്ങളെ, തൻ്റെ മനസ്സിനെ, തൻ്റെ ആത്മാവിനെ ആർക്ക് ക്രോഡീകരിക്കാൻ പറ്റുന്നുവോ അദ്ദേഹത്തിന് എല്ലാറ്റിനും ഉത്തരം കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആധുനിക വൈദ്യശാസ്ത്രം കാണിച്ചു തരുന്ന മോഡേൺ ഒബ്സ്റ്ററ്റിക്സ് ബുക്കിലെ ഈ എന്താ പറയുക 4-ാം മാസത്തിലെ ഈ എന്താണ് ജീവൻ തുടിക്കുന്ന ഒരു ഹൃദയം, കാർഡിയാക് ബ്ലിങ്ക് വിൽ ബി സ്റ്റാർട്ടഡ് ഓൺ ദ 4th month ഓഫ് പ്രഗ്നൻസി എന്ന് പറയുന്നത് വെറും മനനത്തിലൂടെ അന്നത്തെ ഒരു സ്കാനിങ്ങോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംവിധാനങ്ങളോ ഒന്നുമില്ലാത്ത കാലത്ത് സുശ്രുത മഹർഷി കണ്ടെത്തിയിട്ട് അതിൽ എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട്, സുശ്രുത ശാരീരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഓരോ കാര്യങ്ങളിലും ഈ ആധുനിക വൈദ്യശാസ്ത്രം പറയുന്ന പാരാപ്ലീജി ആയിട്ട് വരുന്ന രോഗികള്, ഹെമിപ്ലീജി ആയിട്ട് വരുന്ന രോഗികള് എന്നൊക്കെ ഇവർ പേരിടുകയാണ്. നമുക്കിതെല്ലാം അർദ്ധാംഗവാദം, പക്ഷാഘാതം, നമുക്ക് സ്വന്തം പേരുണ്ട്. ഞാൻ മോഡേൺ പേരുകൾ പോലും ഇവിടെ ആളുകൾ പറയുമ്പോൾ നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് പറയൂ എന്ന് ചോദിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. കാരണം ഇതിനൊക്കെ പേരിട്ടതുകൊണ്ട് പ്രയോജനമില്ല. ആളുകൾക്ക് ഗുണകരമായിട്ടുള്ള മാറ്റം സംഭവിക്കാനാണല്ലോ അതിൻ്റെ ആധാരം. അപ്പൊ അത് സംഭവിക്കണമെങ്കിൽ ഈ വ്യക്തിയുടെ അല്ലെങ്കിൽ ഈ രോഗിയുടെ ഉള്ളിലെ എനർജി അഥവാ ഈ രോഗിയുടെ ഉള്ളിലെ ജീവൻ, അതിലടങ്ങിയിട്ടുള്ള ശക്തി, ഈ പ്രപഞ്ച ശക്തിയുമായിട്ട് സംവദിക്കാൻ തുടങ്ങുമ്പോൾ മാത്രമേ ഈ രോഗിയിൽ ചലനങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കൂ. അത് നല്ല രീതിയിലുള്ള ചലനങ്ങളാണെങ്കിൽ ആ വ്യക്തി നല്ല രീതിയിലുള്ള തുടർ ചലനങ്ങൾക്ക് വിധേയനാവും. ചീത്ത രീതിയിലുള്ള ചലനങ്ങളാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ രോഗി ചീത്ത രീതിയിലേക്ക് പോകും. ഇതാണ് നമുക്ക് ഇതിനെപ്പറ്റി പറയാൻ. അപ്പോൾ ഈ ആയുർവേദത്തെ കുറിച്ച് പല ആളുകൾക്കും പലതരത്തിലുള്ള ധാരണകളാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇപ്പൊ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെ പറയുന്നത്, ആയുർവേദം ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അല്ലെങ്കിൽ അതിന്റെ ടൂൾസ് ഉപയോഗിച്ചിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നില്ല. പ്രോപ്പറായിട്ട് ഒരു അപ്ഡേഷൻ അതിനകത്ത് നടക്കുന്നില്ല. എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് രചിക്കപ്പെട്ട സംഹിതകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രം വെച്ചുകൊണ്ട് അത് ആധുനിക കാലത്ത് എത്രത്തോളം അത് പ്രയോജനപ്രദമാകുമെന്നൊരു വാദമാണ് അവർ ഉയർത്തുന്നത്. അതിനോട് അങ്ങയുടെ സമീപനം എങ്ങനെയാണ്? അതിനോടുള്ള ആദ്യത്തെ ഒരു ഉത്തരമായിട്ട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഈ ലോകത്ത് നിങ്ങൾ മാങ്ങ തിന്നാത്ത ആൾക്കാരാരുമില്ല, അല്ലേ? മാങ്ങ പ്രപഞ്ചത്തിലുണ്ടായ കാലം മുതൽക്ക് മാങ്ങയ്ക്ക് ഒരു രുചിയുണ്ട്, മാവിനൊരു പ്രായമുണ്ട്, മാവ് പൂക്കുന്നതിനൊരു സമയമുണ്ട്, മാവിലേക്ക് വെള്ളവും വളവും ഒക്കെ എത്തിച്ചേർന്ന് നിങ്ങൾക്ക് നല്ല ഫലഭൂയിഷ്ടമായിട്ടുള്ള മാമ്പഴമായിട്ട് പഴുത്ത് പക്വമായി വരുമ്പോൾ മാങ്ങയ്ക്കൊരു സ്വാദുണ്ട്. നിങ്ങളെല്ലാവരും ഈ മാങ്ങ ആസ്വദിച്ച് കഴിക്കണ ആളുകളാണ്. അതേപോലെ ആ മാങ്ങയ്ക്ക് തന്നെ അതിൻ്റെ ആദ്യ അവസ്ഥയിൽ അഥവാ പാകമാകാത്ത സമയത്ത് ആ മാങ്ങയ്ക്ക് ഒരു രുചിയായിരിക്കും. മധ്യമ വയസ്സിൽ മാങ്ങയ്ക്ക് വേറൊരു രുചിയായിരിക്കും. അതിൻ്റെ അവസാന സമയത്ത് മാങ്ങയ്ക്ക് വേറൊരു രുചിയായിരിക്കും. ഇനിയിപ്പോൾ ഇത് ആരും തിന്നാതെ ഇത് നിലത്ത് വീണ് പോയാൽ പിന്നീട് ആ മാവ് വീണ്ടും പുഷ്പിച്ച് അല്ലെങ്കിൽ പുതിയൊരു വൃക്ഷമായിട്ട് മാറാറുണ്ട്. അതേപോലെ തന്നെയാണ് അങ്ങയുടെ ഇപ്പോഴത്തെ ഈ ക്വസ്റ്റ്യനുള്ള മറുപടി നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇവിടെ സിസ്റ്റങ്ങളും കണ്ടുപിടിക്കാനുള്ള ഡയഗ്നോസിക് സംവിധാനങ്ങളും ഒക്കെ മോഡേൺ സയൻസ് കൊണ്ടുവന്നാലും ഉള്ളിൽ നടക്കുന്ന പ്രശ്നം ഒന്ന് തന്നെയാണ്. ഒരു രോഗത്തിൻ്റെ ആവിർഭാവം മാങ്ങയുടെ തുടക്കം പോലെയാണ്. ഒരു രോഗത്തിൻ്റെ മധ്യഭാഗം ഈ മാങ്ങയ്ക്ക് ഞാൻ മാങ്ങേനെ ഒരു ഉദാഹരണമായിട്ട് എടുത്തു തന്നെയാണ്. അതെന്താ വെച്ചാൽ കുറച്ചുകൂടി രസകരമാകാൻ വേണ്ടി പറഞ്ഞത്.
ഇതേപോലെ പഴുത്ത് അളിഞ്ഞ് ചീഞ്ഞ് വികൃതമായ ഘട്ടത്തിലാണ് ഈ മാങ്ങ നിങ്ങൾക്ക് തിന്നാൻ ലഭിക്കണമെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം തിന്നാൻ കഴിയും ആ മാങ്ങ. ഇതേ അവസ്ഥയിലാണ് ഇപ്പൊ ആയുർവേദ വൈദ്യന്മാർ നിൽക്കുന്നത്. കാരണം ഇതിന്റെ ഒരു അസുഖത്തിന്റെ തുടക്കത്തിൽ ഒരാളും, പ്രത്യേകിച്ച് ഇവിടുത്തെ മോഡേൺ വിദ്യാഭ്യാസ സമ്പ്രദായം ബ്രിട്ടീഷുകാർ അങ്ങനെ ഉണ്ടാക്കി വെച്ചു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഞാൻ അതിന്റെ ആ തർക്കങ്ങളിലേക്കും ആരോടും തർക്കിക്കാനും നിൽക്കാറില്ല. പക്ഷെ എങ്കിലും അവരുണ്ടാക്കി വെച്ചൊരു സമ്പ്രദായം കൊണ്ട് എന്താ വെച്ചാൽ അവരുടെ എല്ലാ സംവിധാനങ്ങളും, ഇംഗ്ലീഷ് ഭാഷ അറിയുന്ന ആള് എന്തോ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്, കമ്മ്യൂണിക്കേറ്റ് ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇംഗ്ലീഷ് മതി എന്നുള്ള രീതിയിൽ ഒരു സംഗതി ബ്രിട്ടീഷുകാരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതേപോലെ തന്നെ ബ്രിട്ടീഷുകാരൻ ഇവിടെ ഭരിച്ചുണ്ടാക്കി വെച്ചൊരു സംഗതിയാണ് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെഡിക്കൽ സയൻസ് ഞങ്ങളുടെ സയൻസാണ്. അത് അന്ധമായിട്ട് തുടർന്ന് പോരുന്ന പൊതുസമൂഹത്തിന്റെ ഭാഗമായിട്ട് ഞാനും നിങ്ങളും അടക്കമുള്ളവർ തുടരുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ ഇത്തരം ആരോപണങ്ങൾ വരുന്നത്. കാരണം ഒരാളെ ഡയഗ്നോസ് ചെയ്യാൻ നമുക്ക് മോഡേൺ എല്ലാ മെക്കാനിസങ്ങളും നമുക്ക് ഉപയോഗിക്കാം, അല്ലേ? അതിലെല്ലാ റിസൾട്ടുകളും ഉണ്ടായിരിക്കും. പക്ഷെ ഈ വ്യക്തി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ റിസർച്ചാണ് വേണ്ടത്. ആ റിസർച്ചാണ് ഈ ആൾക്ക് ഗുണം കിട്ടും. അല്ലാതെ ഇപ്പൊ ഞാനും ഇവിടെ ഒരു മോഡേൺ സയൻസ് അസുഖം മാറി മുഴുവൻ മാറാതെ വന്ന ഒരാള്, അല്ലെങ്കിൽ വളരെ മോശം കണ്ടീഷനിൽ നമ്മളടുത്ത് എത്തിയ ആള്, പിന്നെ അദ്ദേഹത്തിന് സ്കാനിങ്ങിന് പറഞ്ഞയച്ച് വീണ്ടും ഇദ്ദേഹത്തിനെ ബുദ്ധിമുട്ടിക്കുന്നതാണോ ഇവിടെ നിർത്തിക്കൊണ്ട് അദ്ദേഹത്തിൽ എന്ത് മാറ്റം അദ്ദേഹത്തിന്റെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കാറ്. അതിനെനിക്ക് റിസൾട്ട് കിട്ടാറുമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇദ്ദേഹത്തിന്റെ ശരീരത്തിലുള്ള മാലിന്യങ്ങളെയും ഇദ്ദേഹത്തിന്റെ മനസ്സിലുള്ള കുറെ ചിന്തകളെയും മാറ്റി കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇദ്ദേഹത്തിന്റെ ഉള്ളിലെ ആ വൈദ്യുതി ജീവൻ എന്ന് പറയുന്ന ഒരു വൈദ്യുതി പോലുള്ള സംഗതി ആയതുകൊണ്ടാണല്ലോ നമുക്ക് ഷോക്ക് അടിക്കണം. അല്ലെങ്കിൽ നമ്മുടെ ദേഹത്തൂടെ ഒരു ചാലകമായിട്ട് നമ്മുടെ ദേഹം പ്രവർത്തിക്കുന്നത് അതുകൊണ്ടാണ്. എന്തോ ഒരു ഊർജപ്രവാഹം നമ്മൾ നിലനിൽക്കേണ്ടത് ഉറപ്പാണ്. അപ്പൊ ആ ഊർജപ്രവാഹത്തിനെ എങ്ങനെ അതിന്റെ യഥാർത്ഥ ഗതിയിലേക്ക് എത്തിക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ആര്യദത്തം ആയുർവേദ ആശുപത്രിയിൽ ഞാൻ ചെയ്യാറുള്ള റിസർച്ച്. അതാണ് അതിന് ഞാൻ മോഡേൺ ഇവരുടെ ഈ മെത്തേഡ്, അത് മോഡേൺ എന്ന് പറയുന്നതല്ലേ ഉള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇതെല്ലാം ഒരു കാലത്ത് മനനത്തിൽ കണ്ടെത്തിയിരുന്ന കാര്യങ്ങളാണ്. നാഡി കണ്ടുപിടിച്ചിരുന്ന വൈദ്യന്മാർ ഇപ്പോഴും തിരുവനന്തപുരം ഭാഗത്ത് അങ്ങയുടെ സ്ഥലത്തുണ്ട്. അതേപോലെ മുഖലക്ഷണം വെച്ച് പറയുന്ന, അപ്പൊ ഞാനൊക്കെ മുഖലക്ഷണം ആണ് കൂടുതൽ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ മുഖലക്ഷണം, പിന്നെ നാഡി, അങ്ങനെയൊക്കെയാണ് നമ്മളുടെ സമ്മതം. പിന്നെ നമ്മളെല്ലാം ഉപയോഗിക്കാറുണ്ട്. സ്റ്റെതസ്കോപ്പ് വേണ്ടടുത്ത് സ്റ്റെതസ്കോപ്പ്, BP നോക്കേണ്ട സമയത്ത് BP, ഷുഗർ നോക്കേണ്ട സമയത്ത് ഷുഗർ, അങ്ങനെ നമ്മൾ അതിൻ്റെ എല്ലാ കൊളസ്ട്രോൾ നോക്കേണ്ട, ലിപ്പിഡ് പ്രൊഫൈൽ നോക്കേണ്ട ആൾക്ക് ലിപ്പിഡ് പ്രൊഫൈൽ, അങ്ങനെ എല്ലാ മെത്തേഡ്സും നമുക്കിപ്പോൾ ഉപയോഗിക്കാം. അപ്പൊ ഞാൻ പറയുന്നത് ഇപ്പൊ കുറച്ചുകൂടി എക്യുപ്ഡ് ആയി എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ആയുർവേദത്തിൽ ജീവിക്കണ ഒരു വൈദ്യന് ഇത് കൂടി നോക്കാം. എനിക്ക് ഒത്തിരി പഴയ വൈദ്യന്മാരെ അറിയാം. ഇവര് പഴയ വൈദ്യന്മാരെ എന്ന് പറഞ്ഞിട്ട് പൊതുസമൂഹം കളിയാക്കുന്ന ആളുകള് വളരെ ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള നോളേജ് ഈ മറ്റേ മോഡേൺ സയൻസിലുള്ള പഴയ വൈദ്യന്മാര് എന്നിവർ പുച്ഛിച്ചു പറയണ ആൾക്കാർക്ക് അത്രയും നോളേജ് ഉള്ളവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അവരിതെല്ലാം ഉപയോഗിക്കാറുണ്ട് എന്നുള്ളത് കൂടി ഞാൻ ഈ വേളയിൽ സസന്തോഷം അങ്ങനെ അറിയിക്കുക. അതെ. അപ്പൊ ഈ വാലിഡേഷനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ, കാരണം ആധുനിക മെഡിസിൻസ് പലപ്പോഴും പുതിയ മെഡിസിൻ കണ്ടെത്തുമ്പോൾ പല മെഡിസിനെയും അത് ശരിക്കും അതിനെ ഉപയോഗിക്കരുത്, അതിന്റെ ചില പ്രോബ്ലംസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ പല മരുന്നുകളെ പിൻവലിക്കാറുണ്ട്. എന്നാൽ ആയുർവേദത്തിൽ നമ്മൾ അങ്ങനെ കാണുന്നില്ല. അപ്പോൾ ആദ്യകാലം മുതലുള്ള പല കൂട്ടുകളും പല വിദ്യകളും തന്നെയാണ് ഇപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത്. തീർച്ചയായിട്ടും ആധുനിക കാലത്ത് റിസൾട്ട് കിട്ടുന്നതായിട്ട് അനുഭവങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അപ്പൊ വാലിഡേഷന് വേണ്ടി ഈ മുറവിളി കൂട്ടുന്ന ആധുനികരായിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ആധുനിക ശാസ്ത്രങ്ങളെ പിന്തുടരുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമുണ്ട്. അതായത് വർഷങ്ങൾക്ക് മുമ്പ്, അതായത് എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ചരക സംഹിതയും അതുപോലെ തന്നെ അങ്ങനെയുള്ള പ്രാമാണിക ഗ്രന്ഥങ്ങളിൽ ഈ ആധുനിക കാലത്ത് മനുഷ്യന് വരാവുന്നുള്ള പുതിയ പുതിയ രോഗങ്ങളുണ്ട്. അതായത് വളരെ അതിസങ്കീർണമായിട്ടുള്ള മനോവ്യഥകളിൽ നിന്നുണ്ടാകുന്ന പുതിയ പുതിയ രോഗങ്ങൾ, അല്ലെങ്കിൽ പൊതുവായിട്ട് രൂപപ്പെടുന്ന രോഗങ്ങളുണ്ട്. ഈ രോഗങ്ങളെ
അത്രയും വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഈ പ്രാമാണിക ഗ്രന്ഥങ്ങളിൽ അതിന്റെ സൂചനകളുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇതൊരു നല്ല ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതിന്റെ പ്രധാനമായിട്ട് നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഒന്നാമത് ഈ ആധുനിക ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്ന ആളുകൾ കണ്ടുപിടിക്കുന്ന ഓരോ സംഗതികളും, അഥവാ കണ്ടുപിടിച്ചു എന്ന് അവകാശപ്പെടുന്ന ഓരോ സംഗതികളും പുരാണ കാലഘട്ടത്തിലെ മഹർഷിമാര് അവരുടെ മനനം കൊണ്ട് തന്നെ കണ്ടുപിടിക്കുകയും ഇതെല്ലാം എഴുതി വെക്കുകയും ആ എഴുതി വെച്ചതിനൊന്നും തൻ്റെ പേര് വരരുത് എന്ന് ഇപ്പൊ ഈ അഷ്ടാംഗ ഹൃദയകാരനായിട്ടുള്ള വാഗ്ഭടൻ ഈ 7-8 സ്ഥലത്ത് വാഗ്ഭടൻ എന്ന് പറഞ്ഞ ആളെ പരാമർശിക്കുന്നുണ്ട്. ഇതിൽ ഏത് വാഗ്ഭടനാണ് അഷ്ടാംഗ ഹൃദയം എഴുതിയെന്ന് ആർക്കും അറിയില്ല. അല്ലെങ്കിൽ ഏത് വാഗ്ഭടനാണ് അഷ്ടാംഗ സംഗ്രഹം എഴുതിയത് എന്ന്. അഷ്ടാംഗ സംഗ്രഹം ഗദ്യരൂപത്തിലാണ്. ഇത് ഭയങ്കര പാടാണ് ആളുകൾക്ക് പഠിക്കാൻ. കേരളത്തിൽ അത് വിവർത്തനം ചെയ്ത രാഘവൻ തിരുമുൽപ്പാടാണ്. ഏറ്റവും നന്നായിട്ട് ശ്രീ രാഘവൻ തിരുമുൽപ്പാട് സാർ അത് വിവർത്തനം ചെയ്ത ഒരാളാണ്. അപ്പൊ ഈ ഇതിലൊന്നും ഈ ഏത് വാഗ്ഭടനാന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ലാത്ത ഒരാളാണ്. അതേപോലെ ചരകൻ എന്നുള്ള പദത്തിന്റെ അർത്ഥം ഒരു സ്ഥലത്തും സ്ഥിരമായിട്ട് നിൽക്കാതെ ചരിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്, അനങ്ങിക്കൊണ്ടേയിരിക്കുന്ന ആളാണ്. അദ്ദേഹം ഓരോ ഇന്ത്യയുടെ അല്ലെങ്കിൽ ഭാരത ഭൂഖണ്ഡത്തിന്റെ എന്ന് പറയേണ്ടി വരും. കാരണം ഇപ്പോഴത്തെ ഇന്ത്യ ആണോ അദ്ദേഹം സഞ്ചരിച്ചതെന്ന് വരെ നമുക്ക് നിശ്ചയമില്ല. അപ്പൊ പുരാണ ഭാരത ഖണ്ഡത്തിന്റെ എല്ലാ സ്ഥലങ്ങളിലും പോവുകയും പൂർവസൂരികളായിട്ടുള്ള വലിയ വലിയ മഹർഷിമാരെ ആയിട്ട് കാണുകയും ഇതിനെപ്പറ്റി ചർച്ച നടത്തുകയും ഈ എല്ലാ ജലത്തിലുള്ള വ്യത്യാസം, ജലത്തിന്റെ വർഗം, തൈരിന്റെ വർഗം, മാംസത്തിന്റെ വർഗം, പച്ചക്കറിയുടെ വർഗം, ശാഖവർഗം, ഇലക്കറിയുടെ വർഗം വേറെ, പച്ചക്കറിയുടെ വർഗം വേറെ, ഇങ്ങനെ നമുക്കൊക്കെ അത്ഭുതമായി പോകും. കാരണം ഞാൻ ഈ ആയുർവേദം പഠിക്കണ അതേ ഇതിലാണ് ഇപ്പോഴും ഇരിക്കണം. കാരണം ഇത് പഠിച്ചു കഴിയില്ല. അപ്പൊ ഈ ചോദ്യത്തിന്റെ ഏറ്റവും വലിയ ഉത്തരം തന്നെ അതാണ്. കാരണം എന്താ വെച്ചാൽ ഈ സംഗതിയിൽ അന്ന് ജ്വര ചികിത്സ എന്ന് പറഞ്ഞിട്ട് ഒരു ചാപ്റ്റർ നമ്മൾക്കൊക്കെ ജ്വര ചികിത്സേനെ പറ്റിയിട്ട് പഠിക്കാണ്. ജ്വരനിദാനം, ജ്വരം ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, ജ്വരത്തിന്റെ പ്രാഗ്രൂപ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, ജ്വരത്തിന്റെ സംപ്രാപ്തി എങ്ങനെയാണ്, അതെങ്ങനെയാണ് ഒരു മനുഷ്യനെ അറ്റാക്ക് ചെയ്യണത്, പിന്നീട് ജ്വര ചികിത്സിതം എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗം പറയണം. ഇതില് അപ്പൊ ഈ പണ്ട് നമ്മുടെ പൂമുള്ളി അതൊക്കെ പറയുമ്പോ എനിക്ക് മോഹൻലാലിനെയും പൂമുള്ളി ആറാന്നവരാനെയും ഒക്കെ പരാമർശിക്കേണ്ടി വരും. കാരണം മോഹൻലാൽ ആദ്യമായിട്ട് എന്നെ പരിചയപ്പെട്ടപ്പോ ആദ്യം ചോദിച്ചത് ജ്വര ചികിത്സ അറിയുന്നതാണ്. അപ്പൊ എനിക്കിത് മുന്നേ എന്താണ് ഇത് ഉള്ളിന്റെ ഉള്ളിലൊരു ഇത് സ്പാർക്ക് ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് ജ്വര ചികിത്സ അറിയില്ല. അപ്പൊ എന്നോട് പറഞ്ഞു അതെന്താ ജ്വര ചികിത്സ അറിയാത്ത ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ജ്വര ചികിത്സ അറിയുന്നവനെ ലോകത്തെ എല്ലാ അസുഖത്തിനെയും പറഞ്ഞ ആയുർവേദ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ചരക മഹർഷി പറഞ്ഞിട്ടുള്ള ജ്വര ചികിത്സ പഠിച്ച ഒരാൾക്ക് ലോകത്ത് വരുന്ന എല്ലാ സാംക്രമിക രോഗങ്ങളെയും അതിനൂതനമായിട്ട് വരുന്നതിനെയും അതിപുരാണമായിട്ട് പറഞ്ഞിട്ടുള്ളതിനെയും ഒക്കെ തരണം ചെയ്യാനുള്ള ചികിത്സ എഴുതി വയ്ക്കപ്പെട്ട സംഗതികളാണ് എന്ന് മോഹൻലാലിനോട് പൂമുള്ളി ആറാനമ്പുരാൻ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ ഈ മോഹൻലാല് ഈ ചോദ്യം ചോദിക്കണം തന്നെ നമ്മളെ പെടുത്താനാണെന്ന് നമുക്കറിയാം. അപ്പൊ സാർ ഇത് ചോദിച്ച സമയത്ത് ഞാൻ പറഞ്ഞു എനിക്കങ്ങനെ ഞാൻ കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ നോക്കി വെച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പൊ കുറച്ചൊക്കെ അവിടെ ഇവിടെ നോക്കി വെച്ചിട്ടുണ്ടെന്ന് പറയാൻ കാര്യം തന്നെ ഇതാണ്. ഈ ക്വസ്റ്റ്യനുള്ള ഏറ്റവും വലിയ മറുപടി തന്നെ അതാണ്. കാരണം എത്രത്തോളം റിസർച്ച് നടത്തി ചെയ്താലും നമ്മൾ തിരിച്ച് ചെയ്യേണ്ടതായിട്ടുള്ള പ്രവൃത്തിയും ചെയ്യേണ്ടതായിട്ടുള്ള സംഗതിയും ഒന്ന് തന്നെയാണ് എന്നുള്ളത് കൊണ്ട് ഈ റിസർച്ച് എന്ന് പറയുന്നത് ഈ വ്യക്തിയിലായിരിക്കണം എന്നാണ് ആയുർവേദ മഹർഷിമാർ പറഞ്ഞിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ബിജു സാറാണെങ്കിൽ ബിജു സാറിന്റെ ശരീരത്തിന് എന്തൊക്കെയാണ് ആവശ്യം, ബിജു എന്ന് പേരുണ്ടായതുകൊണ്ട് കാര്യമില്ല. ബിജു സാറിന്റെ സിബ്ലിങ്സ് ആയിട്ട് ജനിച്ച ആളുകൾക്ക് വേണ്ടിയിട്ട് കാര്യമില്ല. ഏത് വ്യക്തിയാണോ ഇപ്പൊ ഷിജുബായിയുടെ സഹോദരങ്ങൾക്ക് ചെയ്യണ ചികിത്സ ഷിജുബായിക്ക് പറ്റില്ല.
അങ്ങനെ ഇതിൽ ഓരോ വ്യക്തികൾക്ക് അടിസ്ഥാനമായിട്ട് വ്യക്തി കേന്ദ്രീകൃതമായിട്ടുള്ള ചികിത്സയാവുമ്പോൾ ആ വ്യക്തി നമ്മുടെ കയ്യിൽ അനുകൂലമായി വന്ന് പെടുമ്പോഴാണ് നമുക്ക് കൃത്യമായിട്ട് ചികിത്സ ചെയ്യാൻ പറ്റുക. ഇപ്പൊ കുഞ്ഞിരാമ വൈദ്യരുടെയൊക്കെ പുസ്തകങ്ങളിൽ വ്യക്തമായിട്ട് ഓരോ ആൾക്കാരുടെയും ഇത് അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ എങ്ങനെയാണ് ചികിത്സിച്ചത്, ഞാൻ പോയ വഴികൾ എന്ന് പറഞ്ഞിട്ട് വളരെ രസകരമാണ് അത് വായിക്കാൻ. അത് പറഞ്ഞാൽ അത് ഓരോ വ്യക്തിയിലും ചെല്ലാണ്. അദ്ദേഹം മുണ്ടിനീരിനെ ചികിത്സിച്ചിട്ടുണ്ട്, അദ്ദേഹം ഇപ്പോഴത്തെ ആധുനികമായിട്ടുള്ള ക്യാൻസറിനെ ചികിത്സിച്ചിട്ടുണ്ട്, അദ്ദേഹം ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് വാൽവിന്റെ തകരാറ് ഇങ്ങനെയുള്ളവരെ ചികിത്സ. അപ്പൊ അങ്ങനെ അദ്ദേഹം ആ ഒരു വ്യക്തിയുടെ പേരാണ് ആദ്യം എഴുതിയത് അല്ല ആ ഗ്രന്ഥത്തിലൊക്കെ. അപ്പൊ എന്തുകൊണ്ട് ഈ വ്യക്തിക്ക് കേന്ദ്രീകരിക്കണമെന്നുള്ളത് മോഡേൺ സയൻസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പുതിയ ആധുനിക സമ്പ്രദായത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒരു സാധനം വ്യക്തി കേന്ദ്രീകൃതമല്ല. അപ്പൊ നിങ്ങൾക്ക് തന്നെ അനുഭവിച്ച ആൾക്കാരാണ് നമ്മളൊക്കെ. കൊറോണ വാക്സിൻ ഒരു പ്രത്യേക ഫോർമുലയിൽ കുറേ കമ്പനികൾ ഉണ്ടാക്കണം, എന്നിട്ട് എല്ലാ പ്രായക്കാർക്കും ഡോസ് അങ്ങോട്ടും ഇങ്ങോട്ടും അതിൽ ഡോസിൽ മാത്രം അതിൽ ചേഞ്ച് ഉള്ളൂ, അടിച്ചതൊക്കെ ഒരേ മരുന്നാണ്. അങ്ങനെ ഒരിക്കലും ആയുർവേദ സമ്പ്രദായത്തിൽ നമുക്ക് സഞ്ചരിക്കാൻ പറ്റില്ല. കാരണം ഇവിടെ വ്യക്തിയുടെ നിറം, മുഖം, നഖം, കണ്ണിന്റെ സമ്പ്രദായം, മൂക്കിന്റെ സമ്പ്രദായം, തൊലിയുടെ സമ്പ്രദായം, വയറിന്റെ സമ്പ്രദായം, ആമാശയ, പക്വാശയ, മലാശയ, ദഹനേന്ദ്രിയ വ്യവസ്ഥയുടെ സമ്പ്രദായം, ഉച്ഛ്വാസ നിശ്വാസങ്ങളുടെ സമ്പ്രദായം, ഇങ്ങനെ ഈ പറയുകയാണെങ്കിൽ ഒത്തിരി കാര്യം നമ്മളിതൊക്കെ നോക്കണോണ്ട് പറയുകയാണ്. ഇതൊക്കെ പിന്നെ ദൂഷ്യം, ദേശം, ബലം, കാലം, അനലം, പ്രകൃതി, വയ, സത്വം, സാത്മ്യം, ആഹാരം എന്നൊക്കെ പറഞ്ഞിട്ട് 10 വിധത്തില് വേറെ പറയുന്നുണ്ട്. പിന്നെ നാഡീപരീക്ഷ വേറെ പറയുന്നുണ്ട്, പിന്നെ അഷ്ടാംഗ പരീക്ഷ വേറെ പറയുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം പിന്നെ ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളുടെയും നോക്കണം എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ ഒരു തരത്തിലല്ല ഒരു വ്യക്തിനെ അത്രയും പരീക്ഷകൾക്ക് വിധേയമാക്കിയിട്ട് വേണം ചികിത്സിക്കാൻ എന്ന് പറയുന്നിടത്ത് ദശമൂലാരിഷ്ടത്തിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ഇൻഗ്രീഡിയന്റ് പുതിയതായി ചേർത്താൽ അത് ദശമൂലാരിഷ്ടമല്ല. അപ്പൊ അതുകൊണ്ടാണ് ദശമൂലാരിഷ്ടത്തിൽ ഇനി ഒരു റിസർച്ച് നടത്തേണ്ട കാര്യമില്ല. പിന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യം വീണ്ടും പറയാണ്, ആയുർവേദത്തിൽ ദശമൂലാരിഷ്ടം ഒരു പ്രത്യേക അസുഖത്തിന് മാത്രമല്ല. അത് ദശമൂലാരിഷ്ടത്തിന്റെ ഫലശ്രുതി വായിക്കണ ഏതൊരാൾക്കും മനസ്സിലാവും. ഇപ്പൊ മലയാളത്തിൽ വിവർത്തനങ്ങളുണ്ട്. അപ്പൊ എന്തിനാണ് ഒരരിഷ്ടം ഒരു കാര്യത്തിനല്ല. ഇപ്പൊ അമൃതാരിഷ്ടം ഒരു ആവശ്യത്തിന് മാത്രമല്ല. ഞാനൊക്കെ കൂടുതലായിട്ട് കഷായം ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ നമ്മുടെ ഇതിൽ തന്നെ വിതാര്യാദി കഷായം ഒരു പ്രത്യേക ഒരാൾക്കുള്ളതല്ല. ഇപ്പൊ ഈ 80 തരം വാതരോഗത്തിലും ഉപയോഗിക്കാവുന്ന കഷായമാണ് മഹാരാഷ്ട്രാദി കഷായം. അപ്പൊ 80 തരം വാതരോഗം മനസ്സിലാവുന്ന ആൾക്കാണ് ഇതെല്ലാം ചികിത്സിക്കാൻ പറ്റുക. ഏത് വാതരോഗത്തിൽ ഏത് കഷായം ഉപയോഗിക്കാം എന്നുള്ളത്. അപ്പൊ ആ റിസർച്ച് ഇപ്പൊ ആയുർവേദം പഠിക്കുന്ന വിദ്യാർത്ഥിനികൾ മോഡേൺ സയൻസ് പറയുന്ന റിസർച്ച് അല്ല നടത്തേണ്ടത് എന്നും ഇതേപോലുള്ള റിസർച്ചാണ്. അത് പറഞ്ഞാൽ ഇപ്പൊ ഷിജുബായി വന്നു, ഷിജുബായിക്ക് ഏത് കഷായമാണ് ഞാൻ ഉപയോഗിക്കേണ്ടത് എന്ന് സെലക്ട് ചെയ്യാനുള്ള നിഗമനത്തിൽ ഞാൻ എത്തിച്ചേരുന്നതാണ് ഒരു വൈദ്യന്റെ കഴിവ്. അതുകൊണ്ടാണ് ഗ്രന്ഥത്തിൽ യുക്തി പശ്യതി യാഭാവാൻ ബഹുകാല വിയോജനാത് എന്ന് പറയുന്നത്. കാരണം ഒരാള് എടുക്കുന്ന ഇപ്പൊ വയസ്കരമൂസ് മുലക്കച്ചഴിക്കുകയാണ് ചെയ്തത്. നിങ്ങൾ ഐതിഹ്യമാല വായിച്ചവരൊക്കെ വായിച്ചിട്ടുണ്ടാവും. കൊട്ടാരത്തിൽ ശങ്കുണ്ണി എഴുതിയ ഐതിഹ്യമാലയിൽ ഒരു സ്ത്രീക്ക് കൈ അനക്കാൻ പറ്റാതെ സ്തംഭനാവസ്ഥ വന്നപ്പോൾ പ്രത്യേകിച്ച് വേറെ എല്ലാ ചികിത്സയും പരാജയപ്പെട്ടിട്ടാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് കൊണ്ടുവരുന്നത്. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു വെച്ചാൽ അവരെങ്ങനെ പിടിച്ച് ഇടത്തെ കൈ കെട്ടിയിടാൻ പറഞ്ഞു, വലത്തെ കൈ ഇങ്ങനെ നിർത്താൻ പറഞ്ഞു. അപ്പൊ ഈ വലത്തെ കൈയിനാണ് സ്തംഭനം എന്നുള്ളതുകൊണ്ട് മുലക്കച്ചഴിക്കാൻ പറഞ്ഞു. പെട്ടെന്ന് സഡൻ ആയിട്ട് റിഫ്ലക്സ് ആക്ഷൻ പോലെ അവരുടെ കൈ താഴോട്ട് വലിച്ചു എന്നും അവരുടെ രോഗം ഭേദമായി എന്നാണ്. അപ്പൊ ഒരു വൈദ്യന്റെ യുക്തിയാണ്. അപ്പൊ ആ യുക്തി ഉപയോഗിക്കാൻ എത്രത്തോളം ഇപ്പോഴത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം
ഈ കുട്ടികൾക്ക് ശക്തി കൊടുക്കേണ്ടത് എന്നുള്ളതിനനുസരിച്ചായിരിക്കും ഇതിൽ നടക്കുന്ന റിസർച്ച്. അപ്പൊ ഇതിൽ ആയുർവേദത്തിൽ നടക്കേണ്ട റിസർച്ച് എന്ന് പറയുന്നത് ഈ ചെടി കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയിൽ നമുക്ക് ഏത് മരുന്ന് ഉപയോഗിക്കാൻ പറ്റും, അതോ ഗ്രന്ഥത്തിൽ പറഞ്ഞു വെച്ചിട്ടുള്ള സ്ഥിരമായ മരുന്നുകൾ ഉപയോഗിച്ചാൽ മതിയോ? ഇതൊക്കെയാണ് ഇപ്പോഴത്തെ കുട്ടികൾ റിസർച്ച് നടത്തേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നമ്മൾ കമ്പയർ ചെയ്യണതും നമ്മൾ മത്സരിക്കേണ്ടതും വേറെ ഏതെങ്കിലും ഒരു സയൻസിനോടല്ല, അവരുടെ നല്ല ഗുണങ്ങളൊക്കെ നമ്മൾ എടുത്തുകൊണ്ട് നമുക്ക് ഈ വ്യക്തിയിൽ എന്ത് മാറ്റം വരുത്താൻ പറ്റും എന്നുള്ളതാണ് ചെയ്യേണ്ടതാണ് എൻ്റെ അഭിപ്രായം. അപ്പൊ ഇപ്പൊ അങ്ങ് കൊറോണയെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് ചോദിക്കുകയാണ്. അപ്പൊ ഈ ആധുനിക കാലത്ത് ഉണ്ടായ ഒരു രോഗമാണ് കൊറോണ എന്ന് നമ്മൾ വായിക്കുന്നതിന് മുമ്പ് പലപ്പോഴും ബ്ലാക്ക് സ്പോട്ട് തുടങ്ങിയുള്ള പല രോഗങ്ങളും വിദേശ രാജ്യങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ധാരാളം ആളുകൾ അതുകൊണ്ട് മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ആധുനിക കാലം സമ്മാനിക്കുന്ന ചില രോഗങ്ങൾ എന്നുള്ള പേരിൽ നമ്മൾ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്നുള്ള പേരിൽ കുറെ ഓമന പേരിട്ട് വിളിക്കുന്ന രോഗങ്ങളുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ രോഗങ്ങൾ യഥാർത്ഥത്തിൽ ആധുനികമാണോ, അതോ അങ്ങനെയാണെങ്കിൽ ഇവയെ കുറിച്ചുള്ള ദർശനങ്ങൾ ഈ പ്രാചീനമായ ഗ്രന്ഥങ്ങളിൽ ഉണ്ടോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. തീർച്ചയായിട്ടും ഈ ഇപ്പൊ നമ്മുടെ ആയുർവേദ ഗ്രന്ഥങ്ങളിലൊക്കെ വിഷമജ്വരം എന്ന് പറഞ്ഞിട്ടൊരു ഭാഗം പറയുന്നുണ്ട്. ഈ വിഷമജ്വരം എന്ന് പറയുന്ന ഭാഗം ഒരുപാട് പഠിക്കാണ്ട്. ആദ്യം ഒരു ജ്വരം നവജ്വരമായിട്ട് വരണത്, അല്ലെങ്കിൽ ജലദോഷത്തിൽ നിന്ന് വരുന്ന ജ്വരം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ ജ്വരങ്ങൾ കഴിഞ്ഞിട്ട് ആന്തരിക ജ്വരം, വിഷമജ്വരം എന്നൊക്കെ പറയണ വളരെ എലാബറേറ്റ് ആയിട്ട്. ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ, മോഹൻലാലിനോട് പറഞ്ഞ തന്നെ നിങ്ങളോട് പറയാനുള്ളൂ, ഞാൻ ജ്വര ചികിത്സ മുഴുവനായിട്ട് പഠിച്ചിട്ടില്ല. അപ്പോൾ ജ്വര ചികിത്സ മുഴുവനായിട്ട് പഠിച്ച ഒരാൾക്ക് എല്ലാവരും ചികിത്സിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് എല്ലാവരും ചികിത്സിക്കാൻ പറ്റുമെന്ന് നമ്മൾ ഇപ്പോഴും അവകാശപ്പെടാറില്ല ആരോടും. അതെന്താ കാരണം ഇതാണ്, നമ്മൾ ഈ ജ്വര ചികിത്സ ശരിക്കും മുഴുവനായിട്ട് പഠിച്ചിട്ടില്ല. അതിന്റെ കാരണം എന്താ വെച്ചാൽ അത്രയും പാരാവാരായിട്ട് ഇത് നീണ്ടു കിടക്കുകയാണ്, വ്യതിരിക്തമായിട്ട് വിവരണങ്ങളിലൂടെ കിടക്കുകയാണ്. ഇതിങ്ങനെ ആയാൽ ഇന്ന ജ്വരം, ഇതങ്ങനെ ആയാൽ അങ്ങനെയുള്ള ജ്വരം, അതിന് ഇന്ന മരുന്ന്, മറ്റതിന് ഇന്ന മരുന്ന്, അത് പിത്തം കൂടുതലുള്ള ഒരു വ്യക്തിക്കാണെങ്കിൽ ഇന്ന മരുന്ന്, കഫം കൂടുതലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഇന്ന മരുന്ന്, വാദം കൂടുതൽ അഗ്രിവേഷൻ ആയിട്ടുള്ള ഒരാൾക്കാണെങ്കിൽ ആ മരുന്ന്. അപ്പൊ ഒരു വ്യക്തി അയാളുടെ ജീവിതം അല്ലെങ്കിൽ അയാളുടെ ദേഹരൂപപ്പെടുന്ന വാദപിത്ത കഫങ്ങളെ കൊണ്ടാണ് എന്നുള്ള ബേസിക് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ടാണ് ആയുർവേദത്തിൽ ചികിത്സ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ മരുന്നുകളും അങ്ങനെയാണ്. ഏതിനെ കുറയ്ക്കാനാണോ ഉപയോഗിക്കേണ്ടത് ആ മരുന്ന് ഉപയോഗിക്കുക എന്നുള്ളതാണ്. എല്ലാ ജ്വരത്തിനെ പറ്റിയിട്ടും ആയുർവേദം പറയണത് എന്താ വെച്ചാൽ, ജ്വരം വരാതിരിക്കുക പറഞ്ഞാൽ ഒരു മോശമാണ്. കാരണം ജ്വരം എല്ലാവരുടെയും ഒരു സാമാന്യ ലക്ഷണമായിട്ട് ആയുർവേദവും പറയുന്ന കാര്യമാണ്. അപ്പൊ ഈ ജ്വരം വരാതിരിക്കുന്ന ഒരാളായിട്ടല്ല വേണ്ടത്. വരണ ജ്വരത്തിനെ അതിന്റെ അവസ്ഥാവിശേഷങ്ങൾ മനസ്സിലാക്കി ഇദ്ദേഹത്തിന്റെ ദേഹപ്രകൃതിയും ഇദ്ദേഹത്തിന്റെ മാനസിക ഗുണങ്ങളും. പറഞ്ഞാൽ ചിലർക്കൊരു പനി വന്നാൽ തന്നെ ഇയാളും അയ്യോ ഞാൻ ഇപ്പൊ മരിച്ചുപോയി എന്നുള്ള പേടിക്കണ ഒരാളുണ്ട്. ചിലർ എന്ത് വന്നാലും, ഇപ്പൊ എനിക്ക് തന്നെ അറിയണ എൻ്റെ ചില സുഹൃത്തുക്കള് കൊറോണ വന്നിട്ട് ഒന്നും കഴിക്കാതെ വെറും ആയുർവേദ മരുന്ന് മാത്രം നമ്മളോട് ചോദിച്ച് കഴിച്ച ആളുകളുണ്ട്. അപ്പൊ അത്തരം ആളുകൾക്ക് അവർക്ക് ആ മനോബലം ഉണ്ട് അല്ലെ, സത്വം രജസ് തമസ് എന്ന് പറഞ്ഞാല് അവർക്ക് ആ ഗുണം കൂടുതലുണ്ട്. ഏത് ഗുണമാണോ കൂടുതലുള്ളത് അവര് അതേപോലെ. അപ്പൊ ഇതെല്ലാം നോക്കിയിട്ട് വേണം അത് കൊറോണ ആയിക്കോട്ടെ, XY കൊറോണ ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പനി ആയിക്കോട്ടെ, ഏത് പനിയാണെങ്കിലും അത് നോക്കിയിട്ട് വേണം ചികിത്സിക്കാൻ. ഇപ്പൊ ഉദാഹരണത്തിന് പനി വരുമ്പോൾ ആദ്യം സാധാരണ പനിയാണെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം, ഉപവാസം അനുഷ്ഠിക്കണം എന്ന് പറയാറുണ്ട്. ഇപ്പൊ ഇത്തരം വിഷമജ്വരങ്ങളിൽ നിങ്ങൾ ഉപവാസം അനുഷ്ഠിച്ച മരിച്ചു പോകുന്നു പറയുന്നുണ്ട്, അല്ലെങ്കിൽ മരണം വരെ സംഭവിക്കും. കാരണം എന്താ വെച്ചാൽ ആ സമയത്ത് ആൾറെഡി ശരീരം വളരെ ക്ഷീണിച്ചിരിക്കുന്ന സമയത്ത് ഇയാള് പിന്നെ ശരീരത്തിക്ക് വേണ്ട ഒരു സാധനം ചെയ്യാതെ, ഇല്ല ഒരാഴ്ച ഞാൻ ഉപവസിക്കാന്ന് വിചാരിച്ച ഇത്തരം ടൈഫോയിഡ് അല്ലെങ്കിൽ അങ്ങനെയുള്ള പല വിധത്തിലുള്ള പനികൾ ഒന്നിച്ചു ചേർത്തിട്ടാണ് വിഷമജ്വരം എന്ന് ആയുർവേദം പറയുന്നത്. അപ്പോൾ അത് ആ രീതിയിൽ ചികിത്സിക്കണം എന്നാണ് ആയുർവേദ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. അല്ല അതിൽ പേരിന് അതാണ് ഇപ്പൊ സാറ് പറഞ്ഞതിന് ഉത്തരം അതാണ്. കൊറോണ എന്നുള്ളത് ഒരു പേരിട്ട് വന്ന ഒരു സാധനം മാത്രമാണ്.
എന്തായാലും ഇത് ഇന്നെ വിഷമങ്ങൾ ഉണ്ടാക്കണം. ഇപ്പൊ കൊറോണ എന്താണ്, വായിക്കും മൂക്കിനും മണമില്ലാതിരിക്കുക, വായിക്ക് രുചിയില്ലാതിരിക്കുക, നമുക്ക് എന്തോ ഒരു പാട പോലെ തോന്നുക, അതിശക്തമായിട്ട് തലവേദന കൂടുള്ള ഒരു കുഞ്ഞി തലവേദന കൂടാ, എന്നിട്ട് അതിശക്തമായി പനിക്കുക, അത് ഒരു ദിവസമായിട്ട് പനിക്കുക, പിന്നെ പനിക്കാതിരിക്കുക, അങ്ങനെ പല ലക്ഷണങ്ങൾ. ഇപ്പൊ അതന്നെ ഇവരെന്നെ പറയുന്നു മ്യൂട്ടേറ്റ് ചെയ്തിട്ട് വേറെ വരുന്നു പറയും. അപ്പൊ ഇതൊരിക്കലും നമ്മള് ആധുനിക വൈദ്യശാസ്ത്രം എന്നല്ല, ആയുർവേദം എന്നല്ല, എന്തൊക്കെ ഇടപെട്ടാലും മനുഷ്യന് പനി വരണ്ടേ, അല്ലെങ്കിൽ ഇത് വന്നുകൊണ്ടിരിക്കണ്ടേ? ഇതിനൊക്കെ ഭയപ്പാടോട് കൂടിയിട്ട് കാണുന്ന സമ്പ്രദായത്തിനോടാണ് നമുക്ക് യോജിപ്പില്ലാത്തത്. എല്ലാ അസുഖങ്ങളെയും നേരിടാൻ തക്കതായ പാകം തൻ്റെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും രൂപപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് ആയുർവേദത്തിന്റെ യഥാർത്ഥ ചിന്താധാര എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അതിനോട് ചേർന്നൊരു ചോദ്യം കൂടെ ചോദിക്കുകയാണ്. ഇപ്പൊ ഇന്നത്തെ അല്ലെങ്കിൽ ഈ കഴിഞ്ഞ കുറച്ച് ദിവസത്തെ പത്രങ്ങളെ കൊണ്ടാടുന്ന ഒരു വാർത്തയുണ്ട്. റഷ്യൻ ശാസ്ത്രജ്ഞന്മാർ ക്യാൻസറിനുള്ള വാക്സിൻ കണ്ടുപിടിച്ചു എന്നുള്ളതാണ് അവർ പറയുന്ന ഒരു വലിയ കാര്യം. അപ്പോൾ ഈ ക്യാൻസർ എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ അപ്പൊ അങ്ങ് പറഞ്ഞു ഇതിന്റെ എല്ലാത്തിന്റെയും ബേസിക് സ്ട്രക്ചർ ഒന്നാണ്, അതിൽ ഈ രൂപാന്തരങ്ങൾ സംഭവിക്കുന്നതാണ്, പല ഭാഷകളിൽ പല ദേശങ്ങളിൽ പല കാലങ്ങളിൽ വായിക്കപ്പെടുന്ന രോഗങ്ങളെന്ന് അങ്ങ് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ ക്യാൻസറിന് യഥാർത്ഥത്തിൽ ഈ പറയുന്ന തരത്തിലുള്ള വാക്സിൻ കൊണ്ട് ഫലപ്രദമാകുമോ, അല്ലെങ്കിൽ ക്യാൻസർ എന്നുള്ളത് എങ്ങനെയാണ് നമ്മുടെ ഗ്രന്ഥങ്ങളിൽ അതിനെ അഡ്രസ് ചെയ്തിരുന്നത്? നമ്മുടെ ഗ്രന്ഥങ്ങളിൽ എന്താ വെച്ചാൽ ഈ അപചയ പ്രവർത്തനങ്ങളിൽ ഒരാളുടെ ശരീരത്തിൽ പുറന്തള്ളപ്പെടേണ്ടതായിട്ടുള്ള കോശങ്ങൾ എന്നുണ്ട്. അതിനാണ് നമ്മളിപ്പോ നമ്മുടെ ആയുർവേദ ചികിത്സ ചെയ്യുമ്പോൾ വേർപ്പിക്കുക, കിഴിപിടിക്കുക, ചൂടാക്കിയ തൈലം കൊണ്ട് ധാര വീഴ്ത്തുക, പിഴിഞ്ഞു വീഴ്ത്തുക എന്നൊക്കെ പറയുന്ന സംഗതികളൊക്കെ. അപ്പൊ ഇങ്ങനെയുള്ള സ്റ്റീം ബാത്ത് ചെയ്യുക, അല്ലെങ്കിൽ പുതപ്പ് കൊണ്ട് മൂടി കിടത്തുക, അല്ലെങ്കിൽ എന്താ പറയാ ഗുഹയ്ക്കുള്ളിൽ അടച്ചിരുത്തുക, പിന്നെ വിരേചനീയമായിട്ടുള്ള ഔഷധങ്ങൾ കൊടുത്ത്, വിരേചന ഗണത്തിൽപ്പെടുന്ന ഔഷധങ്ങൾ കൊടുത്ത് അതിശക്തമായിട്ട് വയറിളക്കുക, വമന ഔഷധങ്ങൾ കൊടുത്തിട്ട് അതിശക്തമായിട്ട് ഛർദിപ്പിക്കുക, കഷായ വസ്തി ചെയ്തിട്ട് കൃത്യമായിട്ട് ഇയാളുടെ കുടലിലും എല്ലായിടത്തും ഇരിക്കുന്ന സംഗതികളെ വെളിയിൽ കളയുക മുതലായ സംഗതികൾ ഒക്കെ ചെയ്ത് നമ്മുടെ കോശങ്ങളുടെ ഉള്ളിൽ അടങ്ങിയിട്ടിരിക്കുന്ന മാലിന്യങ്ങളെ മുഴുവൻ നീക്കം ചെയ്യുക. അനാവശ്യ കോശങ്ങൾ, അവരുടെ മൃതപ്രായരായ കോശങ്ങളെ വെളിയിൽ തള്ളുക എന്നുള്ളതാണ് ആയുർവേദത്തിന്റെ ചികിത്സ തന്നെ. അപ്പൊ അതുകൊണ്ടാണ് ആയുർവേദ വൈദ്യന്മാര് എപ്പ ചെന്നാലും ശോധന ഉണ്ടോ എന്ന് ചോദിക്കും. പ്രത്യേകിച്ച് പഴയ രീതിയിൽ പഠിച്ച എന്നെ പോലെയൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ശോധന ഉണ്ടോ, ഇപ്പൊ അങ്ങയോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ മര്യാദയ്ക്ക് ശോധന ഇല്ലെങ്കിൽ നമ്മൾ അതിനൊരു അസുഖമായിട്ട് കണക്കാക്കും. അതെന്തുകൊണ്ടാ വെച്ചാൽ കൃത്യമായ രീതിയിൽ ദഹനം നടക്കുന്ന ഒരു വ്യക്തിയിൽ കൃത്യമായ രീതിയിലുള്ള മലം പുറത്തേക്ക് എക്സ്ക്രീറ്റ് ചെയ്യപ്പെടും, മൂത്രം കൃത്യമായിട്ട് പുറത്തേക്ക് പോകും, ശുക്ലം കൃത്യമായിട്ട് പുറത്തേക്ക് പോകും, വേർപ്പ് കൃത്യമായിട്ട് പുറത്തേക്ക് പോകും. അപ്പോൾ ഒരു ആരോഗ്യമുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കേണ്ടത് ഒരു വൈദ്യന്റെ ഉത്തരവാദിത്തമാണ്. അപ്പൊ ഇത് കൃത്യമായിട്ട് ഒരു വ്യക്തിയിൽ നിന്ന് പുറന്തള്ളപ്പെടാത്ത അവസ്ഥ വരുമ്പോൾ അതൊരു പ്രശ്നമല്ല എന്നുള്ള രീതിയിൽ സമീപിക്കുന്ന സമ്പ്രദായം ആയുർവേദ ശാസ്ത്രത്തിനില്ല. അഥവാ അങ്ങനെ പുറന്തള്ളപ്പെടാതിരിക്കുന്ന ഏതൊരു സംഗതിയെയും ആയുർവേദം പറയുന്നത് ശല് എന്ന ധാതുവിനെയാണ്. ശല് എന്നുള്ള ധാതുവിൽ നിന്നാണ് ശല്യം എന്നുള്ള തന്ത്രം തന്നെ ഉണ്ടായത്. അങ്ങനെ ഇപ്പൊ സുശ്രുതൻ ഈ ശല്യതന്ത്രം കണ്ടുപിടിക്കാൻ തന്നെ കാര്യം, അല്ലെങ്കിൽ സുശ്രുതനാണ് ഏറ്റവും വലിയ ശല്യതന്ത്രജ്ഞൻ. ആയുർവേദത്തിന്റെ ആയാലും മോഡേൺ സയൻസും സുശ്രുതനെ തന്നെയാണ് ഫാദർ ഓഫ് എന്ന് പറയുന്നത്. കാരണം അദ്ദേഹം കണ്ടുപിടിക്കാത്ത ഒരു ചെറിയൊരു യന്ത്രം പോലും, ഉപയന്ത്രങ്ങള്, ശസ്ത്രങ്ങള്, യന്ത്രങ്ങള്, അനുയന്ത്രങ്ങള്, ശസ്ത്രങ്ങളുടെ ചെറിയ സാധനങ്ങളായിട്ട് ഉപയോഗിക്കുന്നത്, യന്ത്രങ്ങളുടെ ഇതെല്ലാം അദ്ദേഹം കണ്ടുപിടിച്ചത് ഇപ്പോഴും മോഡേൺ സർജറിയിലുള്ളൂ.
അതല്ലാതെ ഒരു സാധനവും പുതിയതായിട്ട് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല എന്നാണ് ഈ മോഡേൺ ചൗരേസിയുടെ ഒക്കെ പുസ്തകവും സുശ്രുത ശല്യാനന്തരത്തിന്റെ പുസ്തകം വെച്ച് പഠിക്കുമ്പോൾ നമുക്കത് പഠിക്കണം. ആ സമയത്ത് ആയുർവേദ കുട്ടികളൊക്കെ പഠിക്കുമ്പോൾ അവർക്ക് മനസ്സിലായിട്ടുള്ള കാര്യം അതാണ്. പക്ഷേ സർജറി ചെയ്യണമെങ്കിൽ ഒരു പ്രാക്ടീസ് വേണം അല്ലേ? അപ്പൊ ഈ സർജറി ചെയ്യണമെങ്കിലുള്ള പ്രാക്ടീസ് കൂടുതൽ കിട്ടുന്നത് ഇപ്പോൾ ഈ മോഡേൺ വിദ്യാഭ്യാസ സമ്പ്രദായം വെച്ചിട്ട് ആ സിലബസിലാണ് മോഡേൺ ഡോക്ടേഴ്സ് പഠിക്കണ മോഡേൺ മെഡിസിൻ്റെ സിലബസിലാണ് കൂടുതൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇവർക്ക് അത്ര ചാൻസ് കിട്ടണില്ല. ഇനി നമ്മുടെ ചോദ്യത്തിലേക്ക് വരാം. ഈ ക്യാൻസർ എന്നുള്ളതിനെ പറ്റിയിട്ട് അർബുദം ഗ്രന്ഥി എന്നുള്ള വിശദമായിട്ടുള്ള ചാപ്റ്ററുകൾ ആയുർവേദ ഗ്രന്ഥങ്ങൾ പാരാവാരായിട്ട് കിടക്കുകയാണ്. അപ്പൊ എന്തുകൊണ്ട് ഒരാള് ഇന്നത്തെ കാലത്ത് ആയുർവേദത്തിലേക്ക് പെട്ടെന്ന് അർബുദം എന്ന് പറയുമ്പോൾ ഓടി വരാത്തത് എന്തുകൊണ്ട്? ആയുർവേദക്കാരനെ വരുന്നില്ല. ഇനിയിപ്പോ നാളെ ഞാൻ ഇതിലേക്ക് പോകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അത് എന്തുകൊണ്ടാന്ന് വിചാരിച്ചാൽ വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യാണ്. സർജറിയും ഡിപ്പാർട്ട്മെന്റും കാര്യങ്ങളൊക്കെ ഉള്ളത് മോഡേൺ സയൻസിലാണല്ലോ എന്നുള്ളൊരു ചിന്താഗതി മനുഷ്യനെ പുറകിലേക്ക് അടിക്കുന്നുണ്ട്. എല്ലാ മനുഷ്യനെയും. കാരണം ഫാസ്റ്റായിട്ടുള്ള ലൈഫാണ് ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഫലമായിട്ടാണ് ഇപ്പൊ അങ്ങ് ചോദിച്ച അല്ലെങ്കിൽ അങ്ങ് ഉന്നയിച്ച കാര്യം, ഈ വാക്സിൻ കണ്ടുപിടിക്കണതും അതിന് വേണ്ടിയിട്ടാണ്. കാരണം ഇത് വരാതിരിക്കാനാണല്ലോ. അപ്പൊ അത് എന്താണ് ആ വാക്സിൻ എന്ന് അറിയാതെ ഇപ്പൊ അതിനെ പറ്റിയിട്ട് നമുക്ക് മറുപടി പറയാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ എന്ത് വാക്സിനും നമ്മൾ കേട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ സാറും കേട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ ഞാനും കേട്ടിട്ടുള്ളത്, ഇപ്പൊ ആന്റിവെനം എന്ന് പറയുന്നത് ഉണ്ടാക്കുന്നത് പാമ്പിൻ വിഷത്തിൽ നിന്ന് തന്നെയാണെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. എനിക്ക് 3-ാം വർഷം ആഗതതന്ത്രം പഠിക്കാനുള്ളതാണ് ആയുർവേദ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ആന്റിവെനം മുഴുവൻ ഉണ്ടാക്കുന്നത് അതാത് പാമ്പിന്റെ വിഷത്തിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ കൊറോണ വാക്സിൻ ഉണ്ടാക്കുന്നത് കൊറോണ വൈറസിൽ നിന്ന് തന്നെയാണെന്നാണ് അവർ പറയുന്നത്. അപ്പൊ ക്യാൻസറിന്റെ വാക്സിൻ അവര് എന്തിൽ നിന്നാണ് അവര് ഇതുണ്ടാക്കി കൊണ്ടുവരുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് പൂർണ്ണമായൊരു പഠനം മുഴുവൻ നടന്ന് അതെല്ലാം പുറത്തേക്ക് വരാതെ അതിനെ പറ്റിയിട്ട് ഇപ്പോൾ ഒരു ഉത്തരം പറയാൻ ബുദ്ധിമുട്ടാണ്.